നമ്മുടെ ഇടയിലൊക്കെ ഒരു പേഷ്യനെ വെന്റിലേറ്ററിലാക്കി എന്ന് പറയുമ്പോൾ ആൾക്കാരുടെ ഉള്ളിൽ ഒരു പേടി വരും ഭയങ്കരമായിട്ടല്ലേ. അത് വളരെ കോമൺ ആണ്. പ്രത്യേകിച്ച് ഞങ്ങൾ ICUലൊക്കെ ഒരുപാട് പേഷ്യൻസ് വെന്റിലേറ്ററിലായിരിക്കുന്ന സമയത്ത് പുറത്തിരിക്കുന്ന ബൈസ്റ്റാൻഡേഴ്സിന് ഒരുപാട് തെറ്റിദ്ധാരണ എപ്പോഴും ഉണ്ടാവാറുണ്ട്. വെന്റിലേറ്ററിൽ പേഷ്യന്റ് ആയിക്കഴിഞ്ഞാൽ ഇനി ഒരിക്കലും രക്ഷപ്പെടില്ല, മരണം ഉറപ്പിച്ചു എന്നുള്ളത് കംപ്ലീറ്റ്ലി തെറ്റാണ്. കാരണം ഈ വെന്റിലേറ്റർ എന്നുള്ളത് അതൊരു ടെമ്പററി ലൈഫ് സപ്പോർട്ടിംഗ് ഡിവൈസ് ആണ്. ഒരാളുടെ ലങ്സിൽ സ്വന്തമായിട്ട് അവർക്ക് ശ്വാസം എടുക്കാൻ പറ്റാത്തൊരു എന്തെങ്കിലും സീരിയസ് സിറ്റുവേഷൻ ഉണ്ടാവുമ്പോൾ, പ്രത്യേകിച്ച് ന്യൂമോണിയ ഒക്കെ പോലുള്ള സിറ്റുവേഷൻ ഉണ്ടാവുന്ന സമയത്ത് ലങ്സിന് ഒന്നൊരു റെസ്റ്റ് കൊടുക്കാനും അതുപോലെ ലങ്സിന് ഒന്ന് റിക്കവർ ആവാനുള്ള ടൈം കൊടുക്കാനൊക്കെ വേണ്ടിയിട്ടാണ് ശരിക്കും നമ്മൾ വെന്റിലേറ്റർ ഉപയോഗിക്കാറ്. ഒരുപാട് പേഷ്യൻസിന് അവരെ ഡിസീസ് കണ്ടീഷൻ ഒന്ന് റിക്കവർ ആയി കഴിഞ്ഞാൽ ഈസിലി അവർ വെന്റിലേറ്ററിൽ നിന്ന് പുറത്തു വരാറുണ്ട്. പിന്നെ കേൾക്കാറുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ വെന്റിലേറ്ററിൽ ആയി കഴിഞ്ഞാൽ വെന്റിലേറ്ററിൽ നിന്ന് ഒരിക്കലും ഡോക്ടർമാർ പിന്നെ മാറ്റാൻ സമ്മതിക്കില്ല, അല്ലെങ്കിൽ ജീവിതത്തിലേക്ക് നോർമലി തിരിച്ചു വരില്ല എന്നുള്ളതൊക്കെയാണ്. ശരിക്ക് ഞങ്ങൾ ICUയിൽ വർക്ക് ചെയ്യുന്ന ഡോക്ടർമാരുടെ ഒരു എയിം എന്ന് പറയുന്നത് തന്നെ ഈ പേഷ്യൻസിനെ എങ്ങനെ വെന്റിലേറ്ററിൽ മാറ്റാം എന്നുള്ളതാണ്. ഒരു പേഷ്യന്റിന്റെ ആ ഡിസീസ് കണ്ടീഷൻ, അതായത് അവരുടെ ശ്വാസം മുട്ടൊക്കെ കുറയുന്ന സമയത്ത് തന്നെ നമ്മൾ ഗ്രാജുവലി ഒരു വീനിങ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സിലേക്ക് പോകും. വീനിങ് എന്ന് പറഞ്ഞാൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ആ പേഷ്യന്റിനെ വെന്റിലേറ്ററിൽ നിന്ന് മാറ്റുന്നതിനാണ് നമ്മൾ വീനിങ് എന്ന് പറയുന്നത്, സിമ്പിൾ ആയിട്ട്. പിന്നെ ഒരു എപ്പോഴും കേൾക്കാനുള്ള തെറ്റിദ്ധാരണ എന്ന് പറയുന്നത് ഡോക്ടേഴ്സ് ICUലൊക്കെ ഒരുപാട് പൈസ വാങ്ങാൻ വേണ്ടി ബില്ല് കൂട്ടാൻ വേണ്ടിയിട്ടാണ് പേഷ്യന്റ് വെന്റിലേറ്റർ എടുത്തത് എന്നുള്ള. ശരിക്ക് ഞങ്ങളൊക്കെ ഒരു ഡെയിലി റുട്ടീൻ എന്ന് പറയുന്നത് തന്നെ പേഷ്യൻസിന്റെ ലൈഫ് സസ്റ്റെയിൻ ചെയ്യാൻ ആവശ്യമുള്ള കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ്. അതായത് ഡെയിലി പേഷ്യന്റ് അസസ് ചെയ്തിട്ട് ആ പേഷ്യന്റ് എത്രമാത്രം വെന്റിലേറ്റർ സപ്പോർട്ട് ആവശ്യമുണ്ടോ ഇല്ലേ എന്ന് നോക്കിയിട്ട്, അല്ലാണ്ട് ഒരു ഫിനാൻഷ്യൽ ബെനിഫിറ്റ് ഒന്നും ഇതിൽ എവിടെയും ആരും ആഗ്രഹിക്കുന്ന പോലും ഉണ്ടാവില്ല. കാരണം അതൊരു ലൈഫ് ഡെത്തിന്റെ ഇടയിലുള്ള ഒരു ഗെയിമാണ് ശരിക്കും പറഞ്ഞാൽ. പിന്നെ എത്രയും കൂടുതൽ ടൈം വെന്റിലേറ്റർ കിടക്കുന്നു പേഷ്യന്റ് രക്ഷപ്പെടില്ല എന്നുള്ളൊരു തെറ്റിദ്ധാരണ ഉണ്ട്. ശരിക്കും അങ്ങനെയല്ല. എത്ര ദിവസം വെന്റിലേറ്റർ കിടക്കുന്നു എന്നുള്ളതൊന്നും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമല്ല. പേഷ്യന്റിന് എത്രമാത്രം റിക്കവർ ആവുന്നോ, ചിലപ്പോൾ ഈവൻ വീക്സ് ആൻഡ് ഡേയ്സ് ഒക്കെ വെന്റിലേറ്റർ കിടക്കുന്ന പേഷ്യൻസ് ഉണ്ട്. പക്ഷെ അവരൊക്കെ ഈസിലി റിക്കവർ ആയി വരുന്നതും ഞങ്ങൾ കാണാറുണ്ട് എപ്പോഴും.